മസനഗുഡി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ആന, അതുപോലെ തന്നെ മാൻ, മയിൽ, കാട്ടുപന്നി ഇതൊക്കെ ലൈവായിട്ട് ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്നതാണ്. നല്ലൊരു കുളിർമയായ സംഭവങ്ങളാണ്. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നേക്കണം. അപ്പോൾ രാവിലെ പുലർച്ചെ കഴിഞ്ഞിട്ടൊരു സവാരി വാക്ക് പോലെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രക്കിങ് നടത്തണം. ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഈ ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ വരും ചോറ് തിന്നാൻ പറഞ്ഞിട്ട് ഞാനും തിന്നിട്ടില്ല, അവന് വരുന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും, മകനും ഞാനും മാത്രം. മസനഗുഡി സുന്ദര ദേശമാണ്. ആനയും കടുവയും കരടിയും മാനുമെല്ലാമുള്ള കാട്. ആ കാടിൻ്റെ തണലിൽ ജീവിക്കുന്ന മനുഷ്യർ ഓർമ്മ വെച്ച കാലം മുതൽ വന്യമൃഗങ്ങളെ പേടിച്ചും സ്നേഹിച്ചുമെല്ലാം ജീവിച്ച മനുഷ്യർ. ആ മനുഷ്യർക്ക് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയം പെയ്തിറങ്ങി. ആ മലയിറങ്ങി വന്ന ഒരു കടുവ ഈ നാട്ടിലൂടെ സഞ്ചരിച്ചു. പോയ വഴിയിലെല്ലാം ദുരിതം. കേരള അതിർത്തിയോട് ചേർന്ന ഗൂഡല്ലൂരിലെ ദേവർഷോല. തേയില കൊളുന്തുന്നുള്ളലും കാലുമേക്കലുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. താമസം ലൈൻ മുറികളിൽ. സെപ്റ്റംബർ 24 രാവിലെ 11 മണി. പശുവിനെ മേയ്ക്കാനായി കാട് കയറി ചന്ദ്രൻ. ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ്, ഏറ്റവും വലിയൊരു സുഹൃത്താണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വന്നുകൊണ്ട് എപ്പോഴും ബന്ധപ്പെടലുണ്ട്. അന്ന് എസ്റ്റേറ്റ് ജോലിക്ക് പോയതായിരുന്നു. ജോലിക്ക് പോയി കന്നിനെ നോക്കുന്ന പണികളാണ്. കന്നിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു മേലുദ്യോഗസ്ഥന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ കടുവ വന്ന് അവനെ തലയ്ക്ക് അടിച്ചത്. രാവിലെ ഇവിടെ വരാണ്ട് പോവില്ല. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട്, അതും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെ ഒറ്റ ഫ്രണ്ട്സായിരുന്നു. പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാട് മേയ്ക്കുന്ന പണിക്ക് പോകണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി പറഞ്ഞിട്ട് പിന്നെ ഇവർ വേറെ ആൾക്കാരുടെ ഒപ്പം പണിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു 2 ആഴ്ച പോയി. പിന്നെ ആൾക്കാർ പിന്നെ പൈക്കളുള്ളവർ അങ്ങനെ ഈ പണി വേണ്ടാന്ന് വെച്ചിട്ട് ഈ പൈക്കളിനെ മേയ്ക്കാൻ ആട് വേണ്ടേ പറഞ്ഞിട്ട് പിന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. ഫോണിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് വന്നിങ്ങനെ അടിച്ചതിൽ മൂപ്പരിങ്ങനെ എന്തങ്ങനെ നമ്മളായാലും നോക്കൂലാണ്. നോക്കിയപ്പോൾ ഇത് വന്നിരിക്കണം. അപ്പത്തിന് പൈക്കളൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് പിന്നെ കൂടിയത്ര. അതൊക്കെ മൂപ്പര് വണ്ടിയിൽ കയറി ഇരുന്നിട്ടാണ് മൂപ്പര് പറയുന്നത്. പൈക്കളൊക്കെ ഒന്നായിട്ടുണ്ട് കൂടി ഒച്ചയിടലും കടുവിനെ കുത്താൻ പോകലൊക്കെ ആയപ്പോൾ മൂപ്പരിനെ വിട്ടുവെന്ന്. പിന്നെ മൂപ്പര് കുറേ ദൂരം ഓടിക്കുന്നു. കുറേ ദൂരം ഓടിയപ്പോൾ ഈ ഫോറസ്റ്റത്തെ വണ്ടി ഉണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച വരും അത്ര. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അത് സാധനം കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഇത്ര മൂപ്പര് വഴിയിൽ കടന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയിരുന്നു. അങ്ങനെ കാട്ടിയപ്പോൾ എന്താണ് ഫോൺ ചെയ്തിട്ട് നിൽക്കണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ വന്നിട്ട് നോക്കിയപ്പോഴാണ് താഴെ കിടക്കണ്ടായിരുന്നു അത്ര. എന്നിട്ട് ആർക്കും അറിയില്ല അത് എവിടുത്തെ ആളെന്ന് അറിയില്ല. എനിക്ക് അറിയേയില്ല, ആരും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ എത്തിയിട്ടാണ് നോക്കുമ്പോൾ മകണ്ട് നിൽക്കണു. എന്താ അച്ഛനക്കായി ചോദിച്ചപ്പോൾ അച്ഛൻ പോയമ്മാന്ന് വണ്ടിയിലേ പറഞ്ഞത്ര. ഞാൻ ജീവിക്കൂല, ഞാൻ പോകാന്ന് പറഞ്ഞു. എന്നിട്ട് കരഞ്ഞു. എന്താ ചെയ്യുക, കാലഞ്ച് പണിക്ക് പോയ ആൾക്കാരല്ലേ.
കാടിറങ്ങിയ കടുവ ആദ്യം കൊന്നത് ചന്ദ്രനെയല്ല, ഗൗരി എന്നും കുഞ്ഞികൃഷ്ണൻ എന്നും പേരായ 2 പേരെ നേരത്തെ ഇതേ കടുവ കൊന്നിട്ടുണ്ട്. തുടക്കം 2020 ആഗസ്റ്റ് മാസം 31-ന്. മസിനഗുഡിയിലെ കുറുമ്പർപ്പാടി ആദിവാസികളായ തേൻകുറുമ്പരുടെ ഗ്രാമം. കാടാണ് ഇവിടുത്തെ മനുഷ്യരെ ഊട്ടുന്നത്. പൂക്കാലമാകുമ്പോൾ കാട്ടിൽ തേൻ നിറയും. മരം കയറിയും പൊത്തുകൾ തിരഞ്ഞും കുറുമ്പർ തേനെടുത്ത് വിൽക്കും. മരത്തിൽ ഊറിക്കൂടുന്ന പശയ്ക്കും വിലയുണ്ട്. കാട് മറ്റൊരു സൗഭാഗ്യം കൂടി നൽകും: വിശാലമായ പുൽമേടുകൾ. കാട് കയറി കാലികളെ മേയാൻ വിടും കുറുമ്പർ. ഗൗരിയും കാലികളെ മേയ്ക്കാൻ പോയതായിരുന്നു. ഒപ്പം ഭർത്താവ് മാതനും കാട് കയറി. அன்றைக்கி என்ன நினச்சேன்னாக்கா மாடு போயிட்டு இருக்கும்போது அந்த காவையில் தான் அடிச்சது. கொஞ்சம் தூரமாயிட்டோம். தூரம் இருக்கும்போது அந்த அடிச்சுட்டு தூக்கிட்டு போயிடுச்சு. பின்னாடி அப்புறம் 3 பேர் சேர்ந்து போய் துரத்திட்டு போயிடணும். அப்புறம் 1 கிலோமீட்டர் கொஞ்சம் எடுத்து போய் இழுத்து போட்டு போயிடுச்சு. அம்மாவை தான் ஃபஸ்ட் பிடிச்சது. அம்மா பிடிச்சது எங்களுக்கு தெரியல. நாங்கள் இந்திரா காலனி எங்கள் வீடு அங்கே இருக்கிறது. அப்புறமேட்டு பக்கத்து வீட்டில் தான் ஒரு பொண்ணு வந்து சொல்லிச்சு, இந்த மாதிரி ஃபோன் வாங்கிச்சேன். அதுக்கு இல்லை அப்படின்னா என்ன அப்படின்னு கேட்டாங்க. இல்லை உங்கள் ஃபோன் வாங்கிச்சேன்னு மட்டும் கேட்டேன். இல்லை ஒரு ஃபோன் வரல, என்ன சொல்லுதுங்க போது இல்லை ஒன்றும் இல்லை அப்படின்னு. அங்கே அம்மா இருந்து சொல்லிச்சு, இல்லை ஒன்றும் இல்லை, உங்கள் அம்மா உடம்பு சரியில்லையாம்மா, நீ ஃபோன் மாமா குறும்பூர் படிக்க அப்படின்னு சொன்னேன். அப்புறம் ஓடி வரும்போது தெரிஞ்சிச்சு இந்த மாதிரி உங்கள் அம்மா பிடிச்சிருச்சாம்மா. ഭയന്നുപോയ ഗ്രാമം പിന്നെ മാടുമേയ്ക്കാൻ കാട് കയറിയില്ല. താഴ്വാരത്തെ പറമ്പുകളിലേക്ക് ഇറങ്ങിയ കടുവ പശുക്കളെ കൊന്നു തിന്നു തുടങ്ങി. ജീവിതമാർഗവും മനസ്സമാധാനവും നഷ്ടപ്പെട്ട ജനങ്ങൾ വാവിട്ട് നിലവിളിച്ചു. 4 மாடு பிடிச்சிச்சு. அது வந்து ஃபாரஸ்ட்டுக்கு சொன்னோம். அது புலி பார்த்தோம். ஆனால் வந்ததை அவங்களுக்கு வந்து தகவல் சொல்லணும் அப்படின்னா சொன்னோம். கூலி வேலையே இல்லை. ஆம்பளைங்களுக்கு காட்டுக்குள்ளே பாசம் எடுக்கிறது, தேன் எடுக்கிறது. அவங்களுக்கும் பயம், எங்களுக்கும் பயம் தான். ரொம்ப கஷ்டம். ആളെക്കൊല്ലി കടുവയുടെ 2ാം വരവ് ഈ വർഷം ജൂലൈ 29-ന്. കടുവ ഇറങ്ങിയെന്ന വാർത്ത നാടാകെ പരന്നിരുന്നു. ഏറെ നേരം വീട്ടിൽ നിന്ന ശേഷം കുഞ്ഞികൃഷ്ണൻ കവലയിലേക്ക് ഇറങ്ങി. പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന കടുവ കുഞ്ഞികൃഷ്ണന് നേരെ ചാടി വീണു. പശുവിനെ കൊണ്ടുപോയിട്ടില്ല. ആടിന് പശുവില്ല. നമുക്ക് കുറച്ച് ആടുണ്ടായിരുന്നു. അതിനവർ നോക്കാൻ വിടുന്നില്ല. ഞാൻ നോക്കുന്നത് നോക്കി അവിടെ പോയി കിടന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ വിടുന്നില്ല. ഞാൻ പോയി നോക്കി വൈകുന്നേരം ആകുമ്പോൾ ആടിനെ കൊണ്ട് കൊട്ടു. വെറുതെ വിളിച്ചു കൊണ്ടുപോയില്ല അവർ. അങ്ങ് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. എനിക്കത് ഒരു വിവരവും എന്നോട് പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം കൊണ്ടുവരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അതുവരെയും ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ 2 മകനും ഞാനും മാത്രം. മുതുകുളി ഗ്രാമം. കാടിനോട് ചേർന്ന താഴ്വാരത്തെ കൂരയിൽ ഈ അമ്മയും മകനും മാത്രമായിരുന്നു താമസം. മകനെ കടുവ കൊണ്ടുപോയതോടെ അമ്മ തനിച്ചായി. ആ ഇടം വിട്ട് സഹോദരിയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ അടിച്ചത്. നിങ്ങൾ ഇന്ന് പോയില്ലേ മറ്റേ ജാനകിയമ്മ, അവരെ മൈനടിച്ച് ഈ വയലിലാണ്. പിന്നെ അതേപോലെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്പിക്കുന്ന് പോകുന്ന വഴി. ഇതൊരു ചെറിയ റൂട്ടാണ്, പക്ഷേ ഇത് ചെറിയൊരു ഭിത്തി. ഈ 2 വയലിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഇത് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങനംകൊല്ലി എന്ന് പറയും, ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കൊട്ടച്ചേരി വയലെന്നും പറയും. 3 മനുഷ്യർ കടുവയ്ക്കിരയായതോടെ മസിനഗുഡി, ശിങ്കാര, ഗൂഡല്ലൂർ മേഖല ഭീതിയിലാഴ്ന്നു. അദൃശ്യനായ ഒരു ജീവിയെ പേടിച്ച്
നമ്മൾ രാജ്യവും ലോകവും അടച്ചിട്ട പോലെ കടുവയെ പേടിച്ച് ഗ്രാമങ്ങൾ ഓരോന്നായി അടച്ചു. ദിവസം 3 നേരം മല കയറി എത്തിയിരുന്ന ബസ് സർവീസുകൾ നിലച്ചു. ജനം വീടുകളിൽ തന്നെ. അന്നേരം സാഹചര്യം ഞങ്ങളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലിരുന്നത് ഞങ്ങൾക്ക് 4 ദിവസത്തെ പേരിട്ട് ശമ്പളത്തോടു കൂടി തന്നിട്ടുണ്ട്. പിന്നെ 1-ാം തീയതി ഇപ്പുറത്തേക്ക് ശമ്പളം ഇടാൻ പറ്റൂല, വീട് എടുത്തിട്ട് ശമ്പളം തരാൻ എസ്റ്റേറ്റിൽ നഷ്ടമാണ്, അതുകൊണ്ട് ശമ്പളം ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇട്ടിട്ടില്ല. ശമ്പളം ഇല്ലാതെ തന്നെ ഞങ്ങൾ വീട്ടിലിരുന്നു. 4 ദിവസത്തെ ശമ്പളം തന്നു. പിന്നെ കലക്ടർ വന്ന് നോക്കിയിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. കുറച്ച് പച്ചക്കറി മല്ലിക സാധനങ്ങൾ കുറച്ച് കൊണ്ടുതന്നു. അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 2 ആഴ്ചയോളം അങ്ങനെ ഓടി. ഭയപ്പെട്ട ജീവിതം ഒന്ന്. രണ്ടാമത് ഈ പ്രദേശത്ത് വന്നിട്ട് എന്തായിരുന്നു വെച്ചാൽ നാൽക്കാലികളെ വളർത്തിയാണ് ജീവിതം. അതിനെ മേയ്ക്കാൻ വിടുന്നത് ശരിക്കും പറഞ്ഞാൽ വനത്തിൻ്റെ പരിസരത്തും അതിൻ്റെ ഭാഗത്താണ്. അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. അതേമാതിരി അതിനെ വൈകുന്നേരമായ ആ കൊട്ടായിൽ നിർത്തി ഒരു ജീവനോടെ അതിനെ രാവിലെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ചോദ്യചിഹ്നമായിരുന്നു. ജനം തെരുവിലിറങ്ങി. സാഹചര്യം വിലയിരുത്തിയ വനംവകുപ്പ് കടുവയെ പിടിക്കാൻ തീരുമാനിച്ചു. സെപ്റ്റംബർ 24-ന് ദൗത്യ സംഘം കാട് കയറി. ഇതിനിടെ കടുവയുടെ അടുത്ത ആക്രമണം. മസിനഗുഡിക്കടുത്ത് പശുവിനെ മേയ്ക്കാൻ പോയ ബസവൻ കൊല്ലപ്പെട്ടു. മസിനഗുഡി ഒളകര വനപ്രദേശത്തെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ബസവനെ കടുവ കൊലപ്പെടുത്തിയത്. കുറച്ച് പശുക്കളെയും കൊണ്ട് ഇവിടെ മാട് മേയ്ക്കാൻ എത്തിയതാണ് ബസവൻ. വിശ്രമിക്കുന്ന സമയത്ത് കടുവ ചാടി വീണു. ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ കടുവ ബസവനെ കൊലപ്പെടുത്തി. ഞാനിപ്പോൾ ഉള്ളത് ബസവൻ്റെ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ വർഷം ആദ്യം കടുവ പിടിച്ചു വന്ന ഗൗരിയുടെ വീടിൻ്റെ നേരെ മുന്നിലാണ് ബസവൻ്റെ വീട്. ഇവരൊക്കെ ആടിനെ മേച്ചും ഇതേപോലെ പശുക്കളെ മേച്ചും കാട്ടിൽ പോയി തേനെടുത്തും പുല്ല് വെട്ടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ജീവിതത്തിൽ തന്നെയാണ് ഈ കടുവയുടെ ശല്യവും ആനയുടെ ശല്യവും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. ஃபஸ்ட்டு மாடு ஆடுங்களை பிடிச்சிட்டு இருந்துச்சு இந்த புலி. எங்கள் ஊரில் ஆளுங்க பிடிச்சதே இல்லை. எங்கள் ஊரில் தொழிலே ஆடு மாடு. இப்போ பழங்குடியினர் இந்த தேன் பாசம் எடுப்பாங்க. ஆள் அடிச்சதே இல்லை. எனக்கு தெரிஞ்ச மாதிரி நான் இந்த ஊரில் 5-6 தலைமுறை இருக்கிறோம். இந்த புலி ஆள் அடிச்சதில்லை. என்னன்னு இந்த புலி தான் அது. அந்த நம்ம 2020 ஆகஸ்ட்டில் நம்ம கௌரி அம்மாவை மாடு மேய்க்க போனதுக்கு புலி அடிச்சிருச்சு. പ്രതിഷേധം അണപൊട്ടി. ജനം വീണ്ടും തെരുവിൽ. ഒടുവിൽ കടുവയെ വേട്ടയാടി പിടിക്കാനുള്ള ഉത്തരവ് വന്നു. இப்போ அந்த புலியை கண்ட இடத்துல உடனே சுட்டு கொண்டதுக்கு உத்தரவு வந்துச்சு. മരത്തിൻ്റെ താഴെയാണ് ആൾ പോകുന്നത്. അതിൻ്റെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ ആയിട്ടാണ് ആൾ T23 കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്താ പശുവിനെ ഇവർ കൊണ്ടുവന്ന് ഇവിടെ കിട്ടിയെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ആളാണ് നടന്നു പോയി. കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ ആൾ അവിടെ കിടന്ന ഒരു അരമണിക്കൂർ നമ്മൾ ഡയറക്റ്റ് അങ്ങനെയാണ് അവന് വിഷ്വൽ ചെയ്ത് നമ്മുടെ പിള്ളേർക്കൊക്കെ വിളിച്ച് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ ബുഷ് കടന്നിട്ടാണ് ആൾ മേലെ കയറി പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്തത്. ഇവിടെ നിന്ന് മിസ്സായിട്ടാണ് പിന്നെ പോയിട്ട് ഇവിടെ പിടിക്കുന്നത്. ഓരോരാളായിട്ട് വന്നാൽ മതി. ഡെപ്യൂട്ടി ഡയറക്ടറിൻ്റെ റിക്വസ്റ്റ് ഇവിടുത്തെ വയനാട് വൈൽഡ് ലൈഫ് വാർഡനെ എത്തുകയും തുടർന്ന് നമ്മുടെ ടീം ആ ഒരു ഓപ്പറേഷനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഈ മിഷൻ. നമ്മുടെ ഭാഗം അതായിരുന്നു. നമ്മളവിടെ എത്തി അവിടുത്തെ വാച്ചേഴ്സ്, അവിടുത്തെ ആ ഏരിയ അറിയാവുന്ന വാച്ചേഴ്സിനെ നമ്മൾ കൂട്ടി നമ്മൾ ഈ കടുവയെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഗൂഡല്ലൂർ വെച്ച് നമുക്ക് അതിൻ്റെ ട്രാക്ക് ലഭിക്കുകയും, പക്ഷേ അവിടെ ഇടതുറന്നിട്ടുള്ള ഈ തേയിലത്തോട്ടമായിരുന്നതിനാൽ അവിടെ വെച്ച് ഈ ഓപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വരുന്ന ഒരവസ്ഥയിൽ അവിടെ നിന്ന് നമ്മൾ അവിടെ വെച്ച് ഓപ്പറേഷൻ അവസാനിപ്പിച്ചു. തുടർന്ന്
പിറ്റേ ദിവസം ആ ഏരിയയിൽ നിന്നും മസനഗുഡി ഭാഗത്തേക്ക് ഈ കടുവ മൂവ് ചെയ്തെന്നുള്ള അറിവ് കിട്ടി. രണ്ടായിരത്തി 10 ശേഷം മാത്രം 3 തവണ നീലഗിരി ജില്ലയിൽ ആളെക്കൊല്ലി കടുവകളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ കടുവയ്ക്ക് ആ ഗതി വരരുത് എന്നാഗ്രഹിച്ച ചില മൃഗസ്നേഹികൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കടുവയെ ജീവനോടെ പിടിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. அங்கே ட்ராக் பண்ணிகிட்டு இருக்கும்போது அன்றைக்கி அங்கே ஒரு ஆள் அடிச்சிருச்சு. அதுக்கப்புறம் ட்ராக் பண்ணோம், டைகர் ஃபுல்லாக உள்ளே போச்சுனால எங்களுக்கு கிடைக்கல, புஷ்ஷுக்குள்ளே போனால் கிடைக்கல. அப்புறம் அங்கே ஒரு எருமை அடித்து சாப்பிட்டு அப்புறம் மறுபடியும் அதை ட்ராக் பண்ணோம். ட்ராக் பண்ணி அப்புறம் அங்கேயும் 2 அட்டம் டாக்டர் வந்தாங்க. நான் ஒரு டைம் போய் டைகர் பக்கத்தில் போய் பார்த்துட்டு அப்புறம் டாக்டர் கூப்பிட்டு மறுபடியும் இன்ஜெக்ஷன் அடிக்க சொல்லி அவர் இன்ஜெக்ஷன் அடிக்கக்குள்ளே புஷ்ஷுக்குள்ளே ஓடிச்சு. அப்புறம் நாங்கள் என்ன பண்ணோம், சரி டைகர் இங்கே தான் இருக்குன்னு பறனெல்லாம் போட்டு, டாக்டர் சொன்னாங்க பறனெல்லாம் போடலான்னு, சரி பறனெல்லாம் போட்டு அதுவும் ட்ரை பண்ணோம், மாடெல்லாம் கட்டியாச்சு. அப்புறம் அங்கேயும் கிடைக்கல. அங்கே ஒரு 5 நாள் என்னமோ டைகர் எங்களுக்கு தென்படவே இல்லை. எங்கே அதுவும் இல்லாமல் அங்கே 4-5 டைகர் எக்ஸ்ட்ரா இருக்கிறதுனால எங்களுக்கு ரொம்ப கன்ஃபியூஷன் ஆயிடுச்சு. மசனகுடியிலிருந்து தப்பித்து ஆல்கோல் புலி நம் பகுதிக்கு வரப்பட்டுள்ளதாக தகவல் தெரிவிக்கப்பட்டுள்ளது. ஆகையால் அனைத்து பொதுமக்களும் கவனமாக இருக்கப்பட வேண்டும். தேவையில்லாமல் யாரும் வெளியே வராதீர்கள். ഒറ്റയ്ക്കുള്ള നടമാട്ടം തവിർക്കപ്പെട വേണ്ടും. കേരള അതിർത്തിയോട് ചേർന്ന മേഫീൽഡിലും ദേവനിലുമെല്ലാം പലതവണ കടുവ വന്നുപോയി. തിരച്ചിൽ സംഘത്തിന്റെ കൺമുന്നിൽ നിന്ന് പലതവണ കടുവ കുതറി മാറി. പലപ്പോഴും മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. തിരച്ചിൽ തുടങ്ങി 21-ാം ദിവസം ഒക്ടോബർ 14 രാത്രി 10 മണി തെപ്പക്കാടിന് സമീപം വെച്ച് കടുവയെ ദൗത്യ സംഘം കണ്ടു. ക്ഷണനേരം കൊണ്ട് മയക്കുവെടി വെച്ചു. ആ വാർത്ത പുറത്തു വന്നതോടെ നാട്ടിൽ ആശ്വാസം. പക്ഷേ ആശ്വാസം അധികം നീണ്ടില്ല. വെടികൊണ്ട കടുവ വീണ്ടും കാട് കയറി. ഊരിരുട്ടിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൗത്യസംഘം ഒന്നാകെ കുങ്കിയാനകളും ഡ്രോൺ ക്യാമറകളുമായി മസനഗുഡിയിലേക്ക് തിരിച്ചു. ഒടുവിൽ പകലുദിച്ചപ്പോൾ മസനഗുഡി ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് കടുവയെ കണ്ടു. വീണ്ടും മയക്കുവെടി. ഓടിത്തളർന്ന കടുവ കാട്ടിൽ മയങ്ങി വീണു. இந்த பக்கம் தான் டைகர் போச்சு, இன்னும் கொஞ்சம் மூவ் பண்ணி பாருங்கள். அப்புறம் அங்கே மூவ் பண்ணும்போது ட்ரோனில் சொன்னாங்க இங்கே தான் டைகர் இருக்குது, புஷ்ஷுக்குள்ளே இருக்கும்போது. நாங்கள் அதே இடத்துல தான் நாங்கள் இருந்தோம். பக்கத்து புஷ்ஷில் தான் இருக்கணும். அவள் புஷ்ஷுக்குள்ளே போய் தேடி அப்புறம் கொஞ்சம் மயக்கத்தில் இருந்துச்சு லைட்டாக. கொஞ்சம் மயக்கம்னா அப்போ கூட எந்திச்சு வந்துச்சு டைகரு. அப்புறம் டாக்டர் கூப்பிட்டு மறுபடியும் ஒரு இன்ஜெக்ஷன் அடித்து ஃபுல்லாக மயக்கானதுனால மறுபடியும் அந்த இது ரோப்பில் கொண்டு வந்து கட்டி அப்புறம் கொண்டு வந்து வண்டியில் போட்டு கேஜுக்குள்ளே போட்டு லாரியில் கொண்டு வந்துட்டோம் வெளியே. നാട്ടിലാകെ ആശ്വാസം. നമ്പിക്കുന്നിലെ ശാന്തകുമാരിയുടെ വീട്ടിലേക്കാണ് ഈ നടത്തം. കൂടുതലുള്ള ആൾക്കാർ ഒരു 5-6 നമ്മുടെ കൂടെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, ADW. അപ്പോൾ അവർ ഒരു 5-6 പടക്കിട്ടു. പടക്കെട്ടിന് ശേഷം പോയിട്ട് ഇവിടെ 2 മരം തള്ളി സാറിനോട് കാണാൻ നേരം. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആനേനെ ഇപ്പുറത്ത് പറഞ്ഞിട്ട് നമ്മൾ അതേപോലെ വീട് പോയിട്ട് 2013 ആഗസ്റ്റ് മാസം 25 തോന്നുന്നു ഡേറ്റ്. എൻ്റെ മൂത്ത നാത്തൂൻ്റെ മോന് രാധാകൃഷ്ണൻ, അവന് വയസ്സ് 10-35 അവനെ 6 മണി സമയത്ത് 6-7 മണിയാകുമ്പോൾ കടയിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആന തട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്മായിയപ്പന് 2015 ഒക്ടോബർ 6-ാം തീയതി, അത് 10 മണി കഴിഞ്ഞ് രാവിലെ കടയിൽ പോയതാണ്, ആ കൊടച്ചേരി കരയിൽ വെച്ച് അവർ തട്ടി. അത് കഴിഞ്ഞ് 2019 എൻ്റെ അമ്മായിയപ്പൻ വീട്ടിൽ നിന്ന് ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ആ കൊടച്ചേരി വയൽ കഴിഞ്ഞ് നിങ്ങനക്കൊല്ലി എത്തുമ്പോഴത്തേക്കും അവിടെ തട്ടി. എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് 2020 എൻ്റെ ഭർത്താവ് ടോർച്ച് ചാർജ് ചെയ്യാൻ കൂടി രാവിലെ കൊണ്ട് കടയിൽ കൊണ്ടുപോയി, കറണ്ടുള്ള സ്ഥലത്ത്. അത് കൊണ്ടുവരാൻ വേണ്ടി വൈകുന്നേരം പണിക്കാരൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കൊണ്ടുവരുന്ന വഴിയിൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ തട്ടി. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ വീട് വന്ന് ഒരു 6 മണിക്ക് വന്ന ആന
പറ്റ ജീവിക്കാനേ വീട്ടിൽ ഇരിക്കാനേ പറ്റില്ല, ആ നിലയിലാക്കി. കടുവയും ആനയും പന്നിയുമെല്ലാം ചേർന്ന് ഇവിടെ മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്നു. ഞങ്ങളുടെ കാട് എന്ന ന്യായീകരണം ആനയ്ക്കും കടുവയ്ക്കും ഉണ്ടാകും. ആരുടെ ന്യായമാണ് കൂടുതൽ ശരിയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എല്ലാവർക്കും ജീവിക്കണം. ജീവിക്കാനുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും ഏറ്റുമുട്ടലിന്റെ ചരിത്രത്തിലെ പുതിയൊരു അടയാളപ്പെടുത്തൽ മാത്രമാണ് മസിനഗുഡി. നമ്മൾക്ക് എല്ലാ ദിവസവും കടുവയെന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഇവിടെ പണിക്ക്. എല്ലാവരും ഒത്തൊരുമിച്ച് ഒപ്പം പോയിട്ട് പണിയെടുത്തിട്ട് വരുന്നുണ്ട്. പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടാനും വേറെ ഒരു ഇതിന് മാർഗ്ഗങ്ങൾ ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്നാൽ ഞങ്ങളുടെ മക്കളെ പോറ്റണ്ടേ ഞങ്ങൾക്ക്. ആ ഗതികേട് കൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് ആനയുടെ അക്രമത്തിൽ ബാക്കി വന്ന ഒരു വീടിന്റെ ഭാഗം. ഇതേപോലെ ഈ ശിങ്കാര, മസനഗുഡി, ഗൂഡല്ലൂർ മേഖലകളിൽ മനുഷ്യമൃഗ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. വീട്, കച്ചവട സ്ഥാപനങ്ങൾ, പണിയിടങ്ങൾ, കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ജനങ്ങളും വനംവകുപ്പും കൂടി സഹകരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രം. ജീവൻ സംരക്ഷിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും അതുതന്നെ മാർഗം. അതെല്ലാം നടക്കട്ടെ. നമസ്കാരം.